ഒരിക്കൽ കാട്ടിൽ നായാട്ടിന് പോയതായിരുന്നു ഭോജരാജാവ്. വഴിയിൽ വെച്ച് ഒരു ബ്രാഹ്മണന്റെ ചോളവയലിൽ നിന്ന് അദ്ദേഹത്തിനൊരു ദിവ്യ സിംഹാസനം കിട്ടി. ഈ നോക്കൂ മന്ത്രി, ഇതൊരു അത്ഭുത സിംഹാസനം തന്നെ. അതെ പ്രഭു, കണ്ടില്ലേ, 32 പടികളിലും സാലഭഞ്ജികകൾ. മന്ത്രി, അടുത്ത ശുഭമുഹൂർത്തത്തിൽ തന്നെ നാം ഈ സിംഹാസനത്തിലിരുന്ന് ഭരണം ആരംഭിക്കും. ഉടൻ അതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കാം പ്രഭു. അടുത്ത ശുഭമുഹൂർത്തത്തിൽ ഭോജരാജാവ് സിംഹാസനത്തിന്റെ ആദ്യപടിയിൽ കാൽ വെച്ചപ്പോൾ ഈ അത്ഭുതം! ശില്പികൾ കൊത്തിവെച്ച സാലഭഞ്ജികൾ ചിരിക്കുന്നു. ഗുരുശ്രേഷ്ഠരെ, എന്താണ് ഇതിന്റെ അർത്ഥം? അപ്പോൾ ആദ്യത്തെ പടിയിൽ നിന്ന് വിനോദരഞ്ജിതവല്ലി എന്ന സാലഭഞ്ജിക സംസാരിച്ചു തുടങ്ങി. ഭോജരാജാവേ, അങ്ങ് അടുത്ത പടിയിലേക്ക് കാൽ വെക്കാതിരുന്നത് നന്നായി. അങ്ങേ മരണത്തിൽ നിന്ന് രക്ഷിക്കാനാണ് ഞങ്ങൾ പൊട്ടിച്ചിരിച്ചത്. ഈ മരണത്തിൽ നിന്ന് രക്ഷിക്കാനോ? അതെ പ്രഭു, ഉജ്ജയിനിലെ ഭൂലോക ദേവേന്ദ്രൻ വിക്രമാദിത്യ ചക്രവർത്തി ഇരുന്നരളിയ സിംഹാസനമാണിത്. അദ്ദേഹത്തിന് തുന്നലില്ലാത്ത 6 പടികൾ കയറിയാലും തല പൊട്ടിച്ചിതറും. അങ്ങ് അദ്ദേഹത്തിന് തുല്യനാണെങ്കിൽ മാത്രം പടികൾ കയറുക, ഈ സിംഹാസനത്തിൽ ഇരിക്കുക. രഞ്ജിതവല്ലി, മഹാനായ വിക്രമാദിത്യ ചക്രവർത്തിയെക്കുറിച്ച് അറിവുള്ളതെല്ലാം നീ പറയുക. അപ്പോഴല്ലേ എനിക്ക് തുല്യതയുണ്ടോ എന്ന് അറിയാനാവൂ. അങ്ങ് പറഞ്ഞത് ശരിയാണ് രാജാവേ. അങ്ങേക്കും ലോകർക്കും വേണ്ടി മഹാനായ വിക്രമാദിത്യ ചക്രവർത്തിയുടെ കഥ ഞാൻ പറയാം. അങ്ങനെ ആവട്ടെ രഞ്ജിതവല്ലി, വേഗം ആ കഥ ആരംഭിച്ചോളൂ. രാജാവും കൊട്ടാരവാസികളും കഥ കേൾക്കാൻ അക്ഷമരായിരുന്നു. പാടലിപുത്രത്തിൽ സുന്ദരനും സമർത്ഥനും പണ്ഡിതനുമായ വിദ്യാസാഗരൻ എന്നുപേരുള്ള ഒരു യുവാവുണ്ടായിരുന്നു. ഇനിയും കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം, കൂടുതൽ അറിവുള്ള ഗുരുക്കന്മാരെ കണ്ടെത്തണം. അങ്ങനെ സഞ്ചരിച്ച വിദ്യാസാഗരൻ ഒരു ബ്രഹ്മരക്ഷസിൽ നിന്ന് സകല വിദ്യകളും പഠിക്കുകയും കലിംഗ രാജ്യത്തെ രാജാവായി തീരുകയും ചെയ്തു. എൻ്റെ കഠിനാധ്വാനം എന്നെ ഈ സ്ഥാനത്തെത്തിച്ചു. എൻ്റെ ഭരണം ധർമ്മിഷ്ഠിതമായിരിക്കണം. വിദ്യാസാഗര മഹാരാജാവ് വിജയിക്കട്ടെ. ബ്രാഹ്മണ, ക്ഷത്രിയ, ശൂദ്ര ഭാര്യമാരിൽ വിദ്യാസാഗരന് മക്കൾ ജനിച്ചു. വരരുചി, വിക്രമാദിത്യൻ, ഭട്ടി, ഭർതൃഹരി എന്നിങ്ങനെയായിരുന്നു അവർ അറിയപ്പെട്ടത്. അച്ഛാ, വന്ദനം. എൻ്റെ മക്കൾ സമർത്ഥന്മാരാണ്. എനിക്ക് നാടിനും അവർ സൽകീർത്തി ഉണ്ടാക്കും. വിദ്യാസാഗരന്റെ ആഗ്രഹപ്രകാരം ഭർതൃഹരി രാജാവായെങ്കിലും പിന്നീട് വിരക്തനായി സിംഹാസനം ഉപേക്ഷിച്ചു. പിൻഗാമിയായി വിക്രമാദിത്യൻ രാജാവായി. അനുജൻ ഭട്ടി മന്ത്രിയുമായി. ഇനി രാജ്യം വലുതാക്കണം. വിക്രമാദിത്യ ചക്രവർത്തി നീളാൽ വാഴട്ടെ. വിക്രമാദിത്യനും ഭട്ടിയും ചേർന്ന് അയൽ രാജ്യങ്ങളെല്ലാം ആക്രമിച്ച് കീഴടക്കി. പുറപ്പെടൂ, നാം വാളെടുത്തത് ജയിച്ചു മുന്നേറാനാണ്. അങ്ങനെ തന്നെ ജ്യേഷ്ഠ. അങ്ങനെ അയൽ രാജ്യങ്ങളെല്ലാം കാൽ കീഴിലായപ്പോൾ ഭട്ടി, നമ്മുടെ രാജ്യം സമ്പൽ സമൃദ്ധമായിരിക്കുന്നു. ഇനി ഒരു പുതിയ തലസ്ഥാന നഗരം നിർമ്മിക്കണം. അതെ, അനുയോജ്യമായ സ്ഥലം നമുക്കുടൻ കണ്ടെത്തണം. അതിനായി അവർ യാത്ര ആരംഭിച്ചു. പലയിടത്തും സഞ്ചരിച്ച ശേഷം അതാ പർവ്വത മുകളിലുള്ള കാളീക്ഷേത്രം കണ്ടില്ലേ? നമുക്ക് അങ്ങോട്ട് പോകാം. ഈ സ്തംഭത്തിൽ എന്തോ എഴുതിയിട്ടുണ്ടല്ലോ, വായിച്ചു നോക്കട്ടെ. ജ്യേഷ്ഠ, തലകീഴായി വായുവിൽ പറന്ന് ആ വൃക്ഷക്കൊമ്പിലെ 7 ഉറികൾ ഒറ്റ വെട്ടിന് മുറിച്ച് ശിരസ് ശൂലമുനയിൽ മുട്ടിച്ചാൽ ഭദ്രകാളി പ്രത്യക്ഷനായി ഇഷ്ടവരം നൽകും. അപകടകരമാണ്, എങ്കിലും ഒന്ന് പരീക്ഷിക്കാം. വിക്രമാദിത്യൻ വായുവിൽ മലക്കം മറിഞ്ഞു. ഛക് ഛക്. ഹോ,
ഗംഭീരം. ഭക്ത, നാം നിന്നെ പ്രസാദിച്ചിരിക്കുന്നു. ഹാവ്, ജ്യേഷ്ഠനൊരു പോറൽ പോലും ഏറ്റിട്ടില്ല. അമ്മേ മഹാമായേ. ധീരപുത്ര, ഇഷ്ടപ്പെട്ട വരം ചോദിച്ചോളൂ. അമ്മേ, ഈ ക്ഷേത്രത്തിനരികിൽ എൻ്റെ പുതിയ തലസ്ഥാനം ഉയരണം. എല്ലാ രാജാക്കന്മാരും അടിയൻ്റെ സാമന്തരാകണം. ആഗ്രഹം സഫലമാകും. ആ പാറക്കെട്ടിലെ ഗുഹയിൽ അമൂല്യ നിധികളുണ്ട്. നഗര നിർമ്മാണത്തിന് അത് ഉപയോഗിച്ചോളൂ. അങ്ങനെ ഉജ്ജയിനി നഗരത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി. അമ്മേ മഹാമായേ, എല്ലാം അവിടുത്തെ അനുഗ്രഹം. ഭദ്രകാളിയുടെയും ദേവേന്ദ്രൻ്റെയും അനുഗ്രഹം നേടിയ വിക്രമാദിത്യനും ഭട്ടിയും 2000 വർഷത്തെ ആയുസ് ലഭിച്ചു. ഭോജരാജാവേ, ഒന്നാമത്തെ സാലഭഞ്ജികയായ എൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത പടിയിലേക്ക് കയറിക്കോളൂ. ശരി, അങ്ങനെയാവട്ടെ. രാജാവ് രണ്ടാമത്തെ പടി ചവിട്ടിയതും 2ാം സോപാനത്തിലെ സാലഭഞ്ജികയായ മനോഫീഷകവല്ലി കഥ ആരംഭിച്ചു. മഹാരാജാവേ, നഗരത്തിനടുത്ത് മറ്റൊരു കാളിക്ഷേത്രത്തിൽ ശതകേതു എന്നൊരു ദുർമന്ത്രവാദി ഉണ്ടായിരുന്നു. ഹാ, കൊള്ളാം, കേൾക്കട്ടെ. അയാൾ 1000 രാജാക്കന്മാരുടെ ശിരസ് ഹോമിച്ച് ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു. 999 ശിരസുകൾ ഹോമിച്ചു. അടുത്തതായി തിരഞ്ഞെടുത്തത് വിക്രമാദിത്യനെയായിരുന്നു. വിക്രമാദിത്യനെ എതിർത്ത് തോൽപ്പിക്കാൻ ലോകത്ത് ആർക്കുമാവില്ല. തന്ത്രം കൊണ്ടേ രക്ഷയുള്ളൂ. പക്ഷേ 1000 ശിരസ് ഹോമിച്ച് വേതാളത്തെ സ്വന്തമാക്കിയാലേ എനിക്ക് ലോക ചക്രവർത്തിയാകാനാവും. ശതകേതു ഒരു സന്യാസിയുടെ വേഷത്തിൽ ഉജ്ജയിനിലെത്തി. ഈ വേഷത്തിൽ എന്നെ ആരും സംശയിക്കില്ല. ഈ തല കൂടി ഹോമിച്ച് വേതാളത്തെ വശത്താക്കിയാൽ ലോകം എൻ്റെ കാൽക്കീഴിൽ. ചക്രവർത്തി, അങ്ങ് എൻ്റെ യാഗശാലയിലെത്തണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. രത്നങ്ങൾ വിളയുന്ന ഈ മാതളപ്പഴം സ്വീകരിച്ചാലും. നന്ദി മഹാമുനി, ഞാൻ തീർച്ചയായും വരാം. സന്യാസി പോയപ്പോൾ ഈ മാതളപ്പഴത്തിൽ നിന്നും രത്നങ്ങൾ വീഴുന്നല്ലോ. ജ്യേഷ്ഠ, എനിക്ക് ആ സന്യാസിയെ സംശയം തോന്നുന്നു. പക്ഷേ ഒരിക്കലും ധർമ്മിഷ്ഠനായ ഒരു രാജാവിന് വാക്കു തെറ്റിക്കാനാവില്ല. അങ്ങനെ വിക്രമാദിത്യൻ വനത്തിലെ യാഗഭൂമിയിലെത്തി. അപ്പോഴേക്കും നേരം പാതിരാവായി കഴിഞ്ഞിരുന്നു. ഹോ, എത്ര ഭീകരമായ അന്തരീക്ഷം! ഹാ ഹാ, അങ്ങ് എത്തിയോ? വരണം വരണം, ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ അങ്ങേക്ക് എന്ത് സഹായമാണ് ചെയ്യേണ്ടത്? അതാ ആ മലയിൽ മുരുക്കുമരത്തിൽ തലകീഴായി തൂങ്ങിക്കിടക്കുന്ന വേതാളത്തെ ഇവിടെ കൊണ്ടുവരണം. ശരി, കൊണ്ടുവരാൻ ശ്രമിച്ചു നോക്കാം. രാജാവ് യാത്രയായി. ഇതിലെ മനുഷ്യർ ഒറ്റയ്ക്ക് സഞ്ചരിക്കില്ല എന്ന് തോന്നുന്നു. അത്ര ഭീകരമാണ് ഈ വനം. അതാ ആ മുരുക്കുമരം, അവിടെ അതിൽ വേതാളമുണ്ട്. കൂ കൂ കുർ കുർ. വിക്രമാദിത്യൻ മരത്തിൽ കയറി. പിന്നെ നിശ്ചലമായി കിടന്ന വേതാളത്തെ നിലത്തിറക്കി. ആ നിമിഷം അതിന് ജീവൻ കിട്ടി. അത് ഭീകരമായി അലറി. ഠാ! വേതാളമേ, നീ എന്തിനു ബഹളം കൂട്ടുന്നു? എന്നെ ഭയപ്പെടുത്താമെന്ന് കരുതേണ്ട. ഹ്രീ ഹ്രീ. പറയൂ, നീ എന്തിനാണ് മുരുക്കുമരത്തിൽ തലകീഴായി തൂങ്ങുന്നത്? എന്നാൽ വേതാളം മറുപടി പറയാതെ ചെന്ന് മുരുക്കുമരത്തിൽ തൂങ്ങിക്കിടപ്പായി. ഹേ, അത്രയ്ക്കായോ? വിക്രമാദിത്യൻ മരത്തിൽ കയറി അലറുന്ന വേതാളത്തെ വീണ്ടും പിടികൂടി. ഇവിടെ വാ, വിടില്ല ഞാൻ. ഹാ! അങ്ങ് സാധാരണ മനുഷ്യനല്ല. അങ്ങാണോ വിക്രമാദിത്യൻ? അതെ. എങ്കിൽ എൻ്റെ ദുരിതകാലം അവസാനിക്കാറായി. വേതാളമേ, എല്ലാം വ്യക്തമായി പറയൂ. ശതകേതു എന്ന സന്യാസിക്ക് വേണ്ടി നിന്നെ ബന്ധിക്കാനാണ് ഞാൻ വന്നത്. എല്ലാം മനസ്സിലായി. നമുക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. നേരം പോകാൻ
ഞാൻ നല്ല നല്ല കഥകൾ പറയാം. എന്നാൽ കഥ കേൾക്കുന്നതിനിടയിൽ അങ്ങ് ഒരക്ഷരം മിണ്ടരുത്. മിണ്ടിയാൽ ഞാൻ തിരികെ പറന്ന് ഈ മുരുക്കുമരത്തിൽ തൂങ്ങിക്കിടക്കും. അങ്ങ് നടന്ന വഴി മുഴുവൻ തിരികെ നടന്ന് എന്നെ വീണ്ടും കൊണ്ടുപോകേണ്ടി വരും. ശരി, വ്യവസ്ഥ സമ്മതിച്ചു. എങ്കിൽ ഞാൻ പത്മാവതിയുടെ കഥ പറയാം. പത്മാവതിയുടെ കഥയോ? ആരാണ് പത്മാവതി? കേൾക്കട്ടെ. കേട്ടോളൂ. വാരണാസിയിലെ വജ്രകൂട മഹാരാജാവിൻ്റെ മകൻ മുകുടശേഖരനും മന്ത്രിപുത്രൻ നന്ദനും ഉറ്റ ചങ്ങാതിമാരായിരുന്നു. ഒരു ദിവസം അവർ നായാട്ടിനിടയിൽ ഒരു കാട്ടിലെത്തി. നന്ദ, കണ്ടില്ലേ ആ സുന്ദരിമാരെ? എപ്പോഴേ കണ്ടു. രാജകുമാരിയും തോഴിമാരുമാണെന്ന് തോന്നുന്നു. അവരെ കണ്ടപ്പോൾ രാജകുമാരി ഒരു താമരപ്പൂ പറിച്ച് ചെവിയോട് ചേർത്തു. മുഖമേത് പൂവേത് എന്ന് സംശയം തോന്നുന്നു. അപ്പോൾ സുന്ദരി ആ പൂവിതൾ മെല്ലെ കടിച്ചു. പിന്നീട് അവൾ ഒരു പൂ പറിച്ച് തലയിൽ ചൂടുന്നതായി ഭാവിച്ച ശേഷം നെഞ്ചോട് ചേർത്തു. എന്താണിതിൻ്റെ അർത്ഥം? അപ്പോൾ മന്ത്രികുമാരൻ പറഞ്ഞു, താമരപ്പൂ പറിച്ചതിൽ നിന്നും അവളുടെ പേര് പത്മാവതി എന്നാണെന്ന് ഞാൻ ഊഹിക്കുന്നു. ചെവിയോട് ചേർത്തതിൻ്റെ അർത്ഥം നാട് കർണപുരം എന്നാണ്. ഹഹ, ചങ്ങാതി സമർത്ഥൻ തന്നെ. അപ്പോൾ പൂവിതൾ കടിച്ചതും പൂവ് നെഞ്ചോട് ചേർത്തതും? പൂവിതൾ ദന്തനിരയോട് ചേർത്തത് അവൾ ദന്തവട മഹാരാജാവിന്റെ മകളാണെന്ന് അറിയിക്കാനാണ്. ആ പൂവ് മാറോട് ചേർത്തത് അങ്ങേരുള്ള ഇഷ്ടം സൂചിപ്പിക്കാനാണ്. ഓഹോ! അന്വേഷണത്തിൽ മന്ത്രിപുത്രൻ കണ്ടെത്തലുകൾ എല്ലാം ശരിയാണെന്ന് അവർക്ക് മനസ്സിലായി. നന്ദ, നമുക്കും കണ്ണപുരത്തേക്ക് പോകാം. എനിക്ക് ആ രാജകുമാരി വിവാഹം കഴിക്കണമെന്നുണ്ട്. നാളെ വാരണാസി വാഴേണ്ട അങ്ങയ്ക്ക് യോജിച്ചവൾ തന്നെ ആ രാജകുമാരി. അങ്ങനെ അവർ കണ്ണപുരത്തെത്തി ഒരു വൃദ്ധയുടെ വീട്ടിൽ താമസമാക്കി. പത്മാവതി രാജകുമാരിക്ക് പൂമാല നൽകുന്നത് ആ വൃദ്ധയായിരുന്നു. അമ്മൂമ്മേ, ഈ ഓല പത്മാവതിയെ ഏൽപ്പിക്കണം. ഇതാ ഈ സ്വർണ്ണ നാണയം വാങ്ങിക്കോളൂ. സന്തോഷം. ഇക്കാര്യം ആരും അറിയരുത് കേട്ടോ? ഒരിക്കലുമില്ല. എന്നാൽ മടങ്ങി വന്ന വൃദ്ധ സങ്കടപ്പെട്ടു. കത്ത് വായിച്ച കുമാരി ചന്ദനത്തിൽ മുക്കിയ 10 വിരലുകളും എന്റെ നെഞ്ചിൽ പതിച്ചു. ഒന്നും പറഞ്ഞതുമില്ല. ഇതെന്തൊരു വിചിത്രമായ പ്രവൃത്തിയാണ്. വിഷമിക്കേണ്ട കുമാര, 10 ദിവസം ക്ഷമിച്ചിരിക്കാനാണ് അവൾ പറയുന്നത്. എങ്കിൽ അങ്ങനെ തന്നെ. 10 ദിവസം കഴിഞ്ഞു. താൻ വാരണാസിയിലെ രാജകുമാരനാണെന്ന് പത്മാവതിയെ അറിയിക്കാൻ മുകുടശേഖരൻ വൃദ്ധയെ ഏർപ്പാട് ചെയ്തു. എന്നാൽ കുമാര, ആ കുമാരിക്ക് എന്തോ കുഴപ്പമുണ്ട്. കണ്ടില്ലേ, 3 വിരലിൽ കുങ്കുമം പുരട്ടിയിട്ട് എൻ്റെ നെഞ്ചിൽ വിരൽ തൊട്ടു. എന്നെ പിൻവാതിലിലൂടെ പുറത്തേക്ക് അയക്കുകയും ചെയ്തു. 3 ദിവസം കഴിഞ്ഞ് അന്തപുരത്തിന്റെ പിൻവാതിലിൽ എത്താനുള്ള നിർദ്ദേശമാണിത്. ഓഹോ, എങ്കിൽ നമുക്കതൊന്ന് പരീക്ഷിക്കാം. അങ്ങനെ തന്നെ. 4-ാം ദിവസം രാത്രി അവർ അന്തപുരത്തിന് പിന്നിൽ. വാതിൽ തുറന്നിട്ടിരിക്കുന്നു. നമുക്ക് അങ്ങോട്ട് ചെല്ലാം. സൂക്ഷിക്കണം, ചിലപ്പോൾ ചതിക്കാനായിരിക്കും.